ചാകര 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 കുത്തി കുത്തി കിടക്കണ മാന്തല് കുത്തി കിടക്കണ് പിടിച്ച് കയറണ്ട ഇവിടെ മാന്തല് കുത്തി കിടക്കണ കാഴ്ച നോക്കി നോക്കിയേ കടലാമ 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 മാന്തല് ചാകര കണ്ട നിറച്ച് മാന്തല് കയറിക്കണ്ട അപ്പൊ എടുക്കണ നോക്കിക്കോട്ടെ ആഹാ പെയ്യാണ് മേത്തോട്ടൊക്കെ വീഴും ചിരിച്ചോണ്ടിരണ ചിരിച്ചോണ്ടിനാണാ അങ്ങനെ കൊറേ നാൾക്ക് ശേഷം അച്ഛന്റെ കൂടെ വന്നേക്കാണ്. ഹലോ സുധാപ്പി, സുഖമാണാ? എന്റെ ഫോളോവേഴ്സിനോടൊക്കെ എന്താ പറയാനുള്ളേ? എല്ലാരും അന്വേഷിക്കും സുഖമാണെന്നൊക്കെ ചോദിക്കി. അങ്ങനെ അച്ഛന്റെ കൂടെ കൊറേ നാൾക്ക് ശേഷം ഇപ്പൊ ഒരു കിടിലം വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നതട്ടാ. പലരും ചോദിച്ചിരുന്നു അച്ഛന്. പിന്നെ ഞാൻ വേറെ വലിയ വലിയ ബോട്ടിലൊക്കെ പോയേക്കുന്നത്. അവര് ഇപ്പൊ അച്ഛനൊക്കെ ചെറിയ ചെറിയ പണികളാണ്. ഇപ്പൊ ഈ കുഞ്ഞു ബോട്ടായോണ്ട് വലിയ പണിക്കൊക്കെ ഒന്നും പോവാറില്ല. പിന്നെ സമയത്തൊക്കെ ഇത്തിരി പണി ടൗണുമായല്ലേ ഞാൻ. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും അച്ഛന്റെ കൂടെ എത്തിയേക്കണത് വല പിടിച്ച് കയറ്റണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടിലം കിടക്കാച്ച വീട്ടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറ. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കിടിലം മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ കാണട്ടാ. ഹലോ അച്ഛാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന കൂട്ടുകാരായിരുന്നു നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ ബോട്ടിലെ വയർ റോപ്പും കാര്യങ്ങളൊക്കെ കയറി വരണത്. ബോർഡ് എത്തി, ബോർഡും കയറി വരണം. അപ്പോൾ ഒരു കിടിലം വീഡിയോ വലം നിറച്ച് മാന്തൽ കുത്തി വന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. കൈക്ക് പിടിച്ച് കയറ്റണം കണ്ടാ. കൈക്ക് പിടിച്ച് കയറ്റി നേരെ വീഞ്ചി കൊടുക്കണം. റോപ്പ് കയറണ കയറ്റം കണ്ട. അങ്ങനെ വല കയറി വന്നൊരു കാഴ്ചയാണ്. അപ്പൊ ഈ വല കയറി വരുമ്പോ ഒരു സംഭവം ഇപ്പൊ നമ്മുടെ മുന്നിലോട്ട് പൊങ്ങി വരോട്ടെ. ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോട്ടെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റ് ചെയ്ത് പറയണേ. അടിപൊളി ഒരു കാഴ്ച ആയിട്ട് തരാം. കടലാമ 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 പോണ് കടലാമ നോക്കിയേ. ആഹാ ഇത് വലിപ്പോ നോക്കിയേ. പോണ് കടലാമ കടലാമ കടലിൽ നീന്തി പോണ കാഴ്ച കാണാത്ത കൂട്ടുകാരുണ്ടെ കണ്ടോ അതേ. അങ്ങനെ കടലാമക്കുട്ടൻ നൈസിൽ എസ്കേപ്പ് അടിക്കാണ്. കാരണം ഇവൻ നമ്മുടെ വലയിൽ കയറിയതാണ്. എങ്ങനെയോ വല പിടിച്ചു വന്നേക്കാൾ മുന്നേ വലയിന്ന് പുറത്തോട്ട് വന്ന ആളിതേ പയ്യ അങ്ങനെ നീന്തി നീന്തി മാറണ കേട്ടാ. ഇത് ചില സമയത്ത് നമുക്കിങ്ങനെ കടലാമയൊക്കെ നമ്മുടെ വലയിൽ കിട്ടും. പരമാവധി നമ്മൾ അതിനെ പുറത്തേക്ക് വിടുട്ടാ. അങ്ങനെ ചേട്ടന്മാർ ഇതേ വല കയറ്റി വരുന്ന സമയത്ത് വലയിൽ ഇതേ മാന്തലാണ്. ഈ ഒരു കാഴ്ച നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയേ. മാന്തലാണ്, മാന്തൽ വേട്ടേട്ടാ. മാന്തൽ കുത്തിയേക്കണടാ. നിറച്ച് മാന്തലാണ്. നിങ്ങളുടെ നാട്ടിലെ നങ്കെന്ന് പല നാട്ടിലും പല പേരാണ്. മാന്തല്, നങ്ക്, വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പം ഈ ഒരു കാഴ്ച നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പറഞ്ഞോ. പിന്നൊരു കാര്യം കൂടി, നമുക്ക് ഈ വലയിൽ കിട്ടിയതിനേക്കാളും 2 ഇരട്ടീന് അടുത്ത വലയിൽ മുന്തിരിക്കൊല പോലെ ഇങ്ങനെ മാന്തൽ കുത്തി വന്നൊരു കിടിലം കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ മാന്തൽ നമുക്ക് ഓരോന്ന് ചൂരൂരി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വലയിൽ നിന്ന് എടുക്കണമെന്നുള്ളൊരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇനി നിങ്ങളോട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണേട്ടാ. ഈ മാന്തൽ എങ്ങനെയാണ് വലയിൽ നിന്ന് എടുക്കണേന്ന് നിങ്ങൾ കണ്ടോ. മേത്തോട്ടൊക്കെ വീഴും. മീനൊക്കെ ഉടഞ്ഞിരണ്ട, മാന്തൽ കുടഞ്ഞിരണ്ട. നമ്മളാ ജനവിലേച്ച നിൽക്കണ്. ജനവിലേച്ചാ കൊറേ നാളത്തെയാണ് ആൾക്കാരൊക്കെ ഞാൻ കാണിക്കണത്. മാന്തല് മൊത്തം കിടക്കാണ്, പിറക്കിയെടുക്കാൻ പോണ്. അപ്പൊ ആദ്യം കടൽ കൊമ്പൻ തുടങ്ങുന്നത് ഈ ഒരു ബോട്ടിൽ നിന്നാണ് മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ തുടങ്ങി. വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കണത്. എൻ്റെ ആദ്യം തൊട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഇവരെല്ലാവരും നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ അച്ഛനായാലും ജനവില്ലേച്ചനായാലും ബാക്കിയുള്ള പണിക്കാരൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പണിയെടുത്തതും ഈ ബോട്ടിൽ നിന്നാണ് പണിയൊക്കെ പഠിച്ചതും എല്ലാവരും. ഇന്ന് ആ ബോട്ടിൽ നിന്ന് തിരിച്ച് കുറേ നാൾക്ക് ശേഷം ഞാൻ വന്നേക്കാണ് നിങ്ങളോട്ട് കിടിലൻ വീഡിയോ കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. നോക്കിയേ, ഇതെൻ്റെ അമ്മാവേണ്. അമ്മാവിന്റെ മീനെല്ലാം വാരി വാരി കൂട്ടാണ് മാന്തല്.
ഇത് കടലിലെ അടിത്തട്ടിലുണ്ടാവുന്ന മീനുകളാണ്, മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന മീനുകളാണ് ഈ മാന്തലൊക്കെ. ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടത് കോക്കിയെ നിറച്ച് കടൽ കാക്കയാണ്, കണ്ടമാനം കാക്ക. കണ്ട ഇതെന്തിനാണ് ഇത്രയും കാക്ക വന്നേക്കണ നോക്കിയേ. നമ്മുടെ ചരക്ക് മാന്തലി ചാകര കണ്ട നിറച്ച് മാന്തലി കയറിയൊക്കെ. അപ്പൊ ഇതിങ്ങനെ കഴുകി എടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണണേട്ടാ. കണ്ട കടലിലിട്ട് ഇത് മണ്ണിന്റെ അടിയിലാണ് ഈ മാന്തലൊക്കെ നിൽക്കണത്. മാന്തല്, തെരണ്ടി അങ്ങനെയുള്ള മീനുകൾ മണ്ണിന്റെ അടിയിൽ പതിഞ്ഞു നിൽക്കും. അപ്പൊ ആ മീനുകളെ പിടിക്കാനുള്ള ഒരു വല വെച്ചാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെളിയും കാര്യങ്ങളും ഞൗണി ശങ്കൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴുകി എടുക്കുന്ന ഒരു കാഴ്ച ഉണ്ട് ഈ കാണുന്നത്. കണ്ട മാന്തല് കുത്തി കിടപ്പണ്ട. പാമ്പ് ചെറിയൊരു പാമ്പ്. മീൻ കയറി വരട്ടാ. മീനാണ്, ഫുള്ള് മീനാണ്. അടിത്തട്ടിലെ മീനാണ്. ചെമ്മീൻ ഉണ്ടാവും, മാന്തലുണ്ടാവും, ഞണ്ട് ഉണ്ടാവും, തെരണ്ടി ഉണ്ടാവും. പറയാൻ പറ്റില്ല, നമുക്ക് പൊട്ടിക്കുമ്പോ കാണാട്ടാ. ശംഖ് ഞൗണിയൊക്കെ ഉണ്ട്. മാന്തല് ചെമ്മീൻ, മാന്തല്, രണ്ട്. അപ്പൊ ഈ കാണുന്ന നമ്മുടെ ആദ്യത്തെ വലയിൽ കിട്ടിയ മീനാണ്. മീൻ എന്ന് പറയാനായിട്ട് മാന്തലുണ്ട്, ചെമ്മീൻ, അതുപോലെ ബാക്കി ഞൗണിയും ശങ്കൊക്കെയാണ്. അപ്പൊ മാന്തല് കൊടഞ്ഞെടുക്കുകയാണ് നന്നായിട്ട്. ബാക്കിയുള്ള കോടന്റെ സൈഡിലുള്ള മാന്തലൊക്കെ നല്ലതുപോലെ കുടഞ്ഞു വരണം. പിന്നെ ഈ അടുത്ത വലയിടാൻ വേണ്ടി പോവേണ്ട. ഇന്ന് വന്നേലേ ഉള്ളു. ആ അപ്പൊ നമ്മ ആദ്യത്തെ വലയാണ്. ആദ്യം വലിച്ച മോശം വരുന്നു. കൊച്ചാറിന് വടക്കോശം വലിച്ചപ്പോ കൊച്ചാറിന് തെക്കോശം കൂട്ടി അയാളുടെ ചെല്ലാനം പോലെ. ഉള്ളിന്ന് കുടഞ്ഞെടുത്ത മീനാണ്ട, മാന്തലാണ്ട. ഇത് നമ്മള് നേരെ കഴുകി എടുത്ത് കുടഞ്ഞ ആദ്യം എടുത്ത് രണ്ടാമത്തെ. അങ്ങനത്തെ രണ്ടാമത്തെ വലയും കാര്യങ്ങളും ദൈവമേ എന്നും വിചാരിച്ചുകൊണ്ട് നമ്മൾ കടലിലോട്ടിട്ടുണ്ട്. പക്ഷെ ഈ വലയില് കിട്ടണ മീനും കാര്യങ്ങളും നിങ്ങൾ കണ്ടോ? നല്ലൊരു അടിപൊളി കാഴ്ചയും കാര്യങ്ങളും ഞാൻ നിങ്ങളോട്ട് കാണിച്ചാൽ നേരെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കടലിലോട്ട് എറിയാട്ടാ. ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചാൽ നമ്മൾ കടൽ വളരെ ശാന്തമാണ്. അതുപോലെ നമ്മൾ അധികം പടിഞ്ഞാറോട്ട് പോയിട്ടുള്ള പണിയല്ല, താഴെ പണിയാണ് ഈ ഒരു മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ ഇറക്കി വിടാട്ടാ. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേ ഷവ്വലും കൊണ്ടുള്ള കളിയാണ്. ഷവ്വലും കൊണ്ട് കോരി നമ്മൾ ഇപ്പുറത്തോട്ട് മറിക്കും. ചെമ്മീനായാലും മാന്തലായാലും പിന്നെ കടൽ ചെല്ലിയൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈക്ക് വാരിയെടുക്കാനൊന്നും പറ്റൂല. കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ നമ്മളെല്ലാം കൈപ്പണിയായിരുന്നു. കാരണം മീനുകൾ മാത്രം ഇതുപോലത്തെ ഞൗണിയും ശംഖും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമുക്ക് കൂടുതലും കഷ്ടപ്പാടുള്ള പണിയാട്ടോ. കാരണം ഇതിൽ കൈയൊക്കെ പൊട്ടി ആകെ ഇതായിപ്പോവും. മുള്ളൊക്കെ കൊണ്ട് ചെമ്മീത്തിൻ്റെ ആയാലും ഈ ശംഖിൻ്റെ ഒക്കെ മുള്ളൻ ശംഖൊക്കെ കണ്ടമാനം ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കൊണ്ട് നമ്മുടെ കൈയൊക്കെ പൊട്ടിയാകെ കൈക്കൊക്കെ കൊണ്ട് വയ്യാതെയൊക്കെ ആവും. വളരെ കഷ്ടപ്പാടും. അതുപോലെ തന്നെ നമ്മൾ 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ തിരിയാൻ തന്നെ ഇങ്ങനെ ഇരിക്കണം. മറ്റേ മീൻ പണി എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം മീനൊക്കെ പെറക്കി ഇട്ടാൽ മതി. ഇതിൽ നിന്ന് നമ്മൾ തിരിച്ച് മാറ്റണം. ഇപ്പോൾ അതേ മാന്തലെടുക്കുമ്പോൾ കുറേ വേസ്റ്റുകളുണ്ട്, ശംഖുകളൊക്കെ ആയിട്ടുള്ള പലതരം ശംഖുകൾ. അപ്പോൾ അതൊക്കെ തിരിഞ്ഞ് മാറ്റി ഭാഗത്ത് മാന്തലും ചെമ്മീൻ്റെ കൊട്ടയിൽ ചെമ്മീനൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് പണിയുള്ള പരിപാടിയാണ്. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷമാണ് ഇതേ ഓരോ കൊട്ടയിലും കുറച്ച് ചെമ്മീനും അതുപോലെ മീനും മാന്തലൊക്കെ ആയിട്ടൊക്കെ തരം തിരിച്ച് നമ്മൾ ഇട്ടത്. ഇനി നന്നായിട്ട് ഇത് കിലുക്കി കഴുകണം. കാരണം ഇതിൽ ചെളിയുണ്ട്. അപ്പോൾ അത് കിലുക്കി കഴുകണ ഒരു കാഴ്ച കേട്ടാ.
അങ്ങനെ ആദ്യത്തെ വലയെ കിട്ടിയേക്കണ മീനുകളാണ് ഞാൻ ഈ കാണിച്ചേട്ടാ. 2 കൊട്ട മാന്തല്, അതുപോലെ കുറച്ച് അയില, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെമ്മീൻ. അങ്ങനെ കുറവാണ് കിട്ടിയേക്കണത്. കുറച്ച് പൂവാലൻ ചെമ്മീനും കഴുതൻ ചെമ്മീനൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഇനി നേരെ ഇത് നമ്മുടെ സ്റ്റോറിലോട്ട് ഇറക്കോട്ടാ. ഞാൻ ആ പരിപാടിയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഞണ്ടും കിട്ടിയിട്ടുണ്ട്. ഇത് കടഞ്ഞണ്ടാണ്, നമ്മുടെ കായൽ ഞണ്ടല്ല. അപ്പം അതൊക്കെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിലോട്ട് എത്തിയിട്ടില്ല, മീനിൻ്റെ പണി സൈഡിലോട്ട് എത്തിയിട്ടില്ല. അതിൻ്റെതായ രീതിയിൽ ചെറിയൊരു ചരക്കും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ബാക്കിയുള്ള മീനും കൂടിയൊക്കെ ഇപ്പുറത്തെ സൈഡിലും കൂടി കഴുകിയാണ് നന്നായിട്ട്. ഇതാണ് പൂവാലൻ ചെമ്മീൻ എന്ന് പറയുന്ന ചെമ്മീൻ കേട്ടാ. പൂവാലെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളുടെ പറഞ്ഞ പൂവാലെന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇത് ചെമ്മീത്തിൻ്റെ പേരാണ് പൂവാലൻ. അങ്ങനെ അമരമൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് ക്ലീനാക്കി ഇനി നമ്മൾ ഇതൊക്കെ നേരെ സ്റ്റോറിലോട്ട് കയറ്റും. സ്റ്റോർ റൂം അവിടെ ഉണ്ടാ. സ്റ്റോർ റൂമിൽ ഞാൻ ഇറങ്ങി കാണിച്ചു തരാട്ടാ. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. അടുത്ത വീഡിയോയിൽ ഇറങ്ങി കാണിച്ചു തരാം. പിന്നെ കുടിക്കാൻ വെള്ളം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ബോട്ടിന്റെ വലിപ്പവും കാര്യങ്ങളും. അപ്പൊ ഈ ബോട്ടിലാണ് ഞാൻ കുറെ നാള് പണിക്ക് പോയതും പണി പഠിച്ചതും ഒക്കെ. അതിന്റെ വീഡിയോസ് ഒക്കെ ആദ്യം പോയി നോക്കണേ, കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത്രേ ഉള്ളൂ നമ്മുടെ ബോട്ട്. ചെറുതാണ് കേട്ടാ, ചെറിയൊരു ബോട്ട്. ഇനിതേ ഉച്ചക്കാലത്തെ പരിപാടിയാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. നിങ്ങൾക്ക് നല്ല എനിക്കും ഇവിടെ മാന്തൽ ജനവിളിച്ചൻ തൊലി ഒലിക്കാണ്. നന്നായിട്ട് മാന്തൽ തൊലി ഒലിക്കുന്ന ഒരു കാഴ്ച കേട്ടാ. നല്ല പച്ച മാന്തല്, അതും ഈ വലക്ക് കിട്ടിയ മീനാണ് കേട്ടാ. വേഗം തന്നെ തൊലിയൊക്കെ ഒലിച്ചങ്ങോട്ട് മാറ്റിയെടുക്കുകയാണ്. 2 സൈഡും ഒലിച്ച് കളയാ. മാന്തലിൻ്റെ മീനാണ് മീനുകളിൽ ഏറ്റവും എളുപ്പം നന്നാക്കാനൊക്കെ ചെമ്മീനും മാന്തലൊക്കെ കേട്ടാ. മറ്റ് മീനുകളൊക്കെ നന്നായിട്ട് കത്തി കൊണ്ടൊക്കെ ശരിക്കും വെട്ടയും അതുപോലെ തന്നെ അതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ കളയണം. ഇവിടെ അങ്ങനത്തെ പണിയൊന്നുമില്ല, ചെറിയൊരു പരിപാടിയുള്ളൂ. 2 സൈഡും അങ്ങോട്ട് ഒലിച്ച് കളയാം. പിന്നെ അതിൻ്റെ ആ സൈഡിലെ കുറച്ച് കുടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി കളഞ്ഞതേ മീൻ റെഡി ആയതേ നന്നായിട്ട് ക്ലീനായി നിൽക്കും ഇതുപോലെ. അങ്ങനെ ഈ ഒരു സമയത്തെ മീനും കാര്യങ്ങളൊക്കെ സ്റ്റോറിലോട്ട് ഇറക്കണം. അപ്പം അമ്മാവനുണ്ട് കേട്ടോ എൻ്റെ കൂടെ. അമ്മാവൻ താഴെ ഇറങ്ങിയപ്പോണ്ട് അവിടെ അടിയിൽ മീൻ ഐസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോറിൽ മീൻ ഐസ് ചെയ്യണത് നമ്മുടെ ഈ ബോട്ടിൻ്റെ കുഞ്ഞു സ്റ്റോറാണ്. ആദ്യത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിൽ ഈ സ്റ്റോറൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്ത കൂട്ടുകാരിലോട്ടൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ ബോട്ടിൻ്റെ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ മാന്തൽ നന്നായിട്ട് ഇനി കഴുകി എടുക്കണ ഒരു കാഴ്ച കേട്ടോ. നല്ലതുപോലെ ഒന്ന് കഴുകണം. ആ ചോരയും കാര്യങ്ങളൊക്കെ കളഞ്ഞത് ശരിക്കും കഴുകി ഉപ്പുവെള്ളത്തിൽ ആദ്യം 2-3 പ്രാവശ്യം കഴുകും. പിന്നെ അത് നല്ല വെള്ളമുണ്ട്, നമ്മളത് പൈപ്പിൽ നല്ല വെള്ളമാണ് വന്നിട്ട്. അത് കാരണം ഇതിൻ്റെ അടിയിൽ ബോട്ടിൻ്റെ അടിയിൽ ടാങ്കുണ്ട്. അപ്പോൾ ആ ഒരു പൈപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കണം മാന്തൽ. ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഉമ്മാരതെ നന്നായിട്ട് ഇനി കറിയാക്കി എടുക്കണം. നല്ല അടിപൊളി മാന്തൽ കറി. അപ്പം ശരിക്കും കഴുകി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നേരെ അടുക്കളയിലോട്ട് പോകട്ടെ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ അടുക്കളതെ കത്തിച്ചിട്ടുണ്ട്. ഇനി ഉരുളിയും കാര്യങ്ങളും വെക്കണം. ഉരുളിയല്ല, കലം, കുഞ്ഞൊരു കലം വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, കുറച്ച് കടുക് ഇട്ട് അങ്ങോട്ട് പൊട്ടിക്കണം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജനാർദ്ദനം വിളിച്ചനാണ് മീൻകറിയും കാര്യങ്ങളൊക്കെ വെക്കണം കേട്ടാ. അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നോക്കണം ജനാർദ്ദനം വിളിച്ചനാണ് കേട്ടാ. അത് ഇനി പച്ചമുളക് അതുപോലെ സവാള അങ്ങനെയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ആ വഴറ്റിയ സമയത്ത് മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടിക്കൂട്ടുകൾ ചേർക്കേണ്ട. ആവശ്യത്തിന് മല്ലിപ്പൊടി. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് മുളക് ഇട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ കറി വെക്കൂല, എരിവ് കൂടുതലല്ലേ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു കറിയിൽ മുളക് പൊടി കുറവാണ്. ഇതിൽ എന്താണ് മുളക് പൊടി കുറവെന്ന് വെച്ചാൽ മാന്തൽ കറി വെക്കുമ്പോൾ വെറുതെ കുറേ മുളക് പൊടി വാരിയിടണ്ട. പകരം കുരുമുളക് പൊടി കയറ്റിയിടും. കുരുമുളക് പൊടി കൂടുതലിട്ടിട്ട് വേണം നമ്മൾ കറി വെക്കേണ്ട. അപ്പോൾ ഓരോ കറിക്കും അതിൻ്റേതായ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടി ശരിക്കും അങ്ങോട്ട് കയ്യിലും കൊണ്ട് കൈ വിടാണ്ട് അങ്ങോട്ട് വഴറ്റി എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മുടെ കൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി ചെയ്യാൻ പോണത് കൊടംപുളിയല്ല, നമ്മളിതേ വാളംപുളി പിഴിഞ്ഞ വെള്ളം എടുത്തിട്ടുണ്ട്. അതങ്ങാട് ഒഴിച്ചങ്ങാട് കൊടുക്കും. അങ്ങനെ ചാറും കാര്യങ്ങളും ഇനി റെഡി ആവാനുണ്ട്. അപ്പം ഇനി കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് ചാറ് റെഡി ആവട്ടെ. പിന്നെ നേരത്തെ എടുത്ത് വെച്ചാൽ മല്ലിയിലുണ്ട്, അതും കൂടി അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് തൂകിയൊക്കെ ഇട്ടിട്ട് ചാറ് റെഡിയാക്കും. ആവശ്യത്തിന് ഉപ്പ്, കുറേ ഉപ്പൊന്നും കൊട്ടിയിടില്ല, കുറച്ച് ഉപ്പ് അങ്ങനെ തട്ടിയിടും. ഇതിലെല്ലാം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ചാറ് നമ്മുടെ. എന്നിട്ട് വേണം മാന്തൽക്കുട്ടന്മാരെ കഴുകി വെച്ച മാന്തൽക്കുട്ടന്മാരെ അങ്ങോട്ട് വാരി അങ്ങോട്ട് വെതറി എല്ലാ സൈഡിലോട്ടും അങ്ങോട്ട് ഇടുകയാണ്. ഒന്നിൻ്റെ മേലെ ഒന്ന് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് കട്ടിക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ മാന്തൽക്കുട്ടന്മാരെല്ലാം ഇട്ട് റെഡിയാക്കേണ്ട. ഇനി കുറച്ചും കൂടി പരിപാടിയുണ്ട്. ഇത്തിരി
സവാളയും പച്ചമുളകും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ചതും കൂടി അങ്ങോട്ട് അതിൻ്റെ മേലെ ഇഞ്ചിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് എന്നിട്ട് ശരിക്കും ഒന്ന് അങ്ങോട്ട് കറക്കണം. ചാറും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കാലെടുത്ത് 2 കറക്കും കൂടി അങ്ങോട്ട് കറക്കിയിട്ട് നേരെ ഞങ്ങൾ മൂടി വെച്ച് വേവിക്കാൻ പോവേണ്ട. അപ്പോൾ അതിന് മുന്നേ ചാറ് എവിടെയെങ്കിലുമൊക്കെ ആവാത്തുണ്ടെങ്കിൽ നന്നായിട്ട് കയ്യിലും കൊണ്ടൊന്ന് തിക്കി മേത്തോട്ടൊക്കെ ഒന്ന് മീൻ്റെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ടാണ് നമ്മളിനി മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അതൊക്കെ ചെയ്യണ ഒരു കാഴ്ചയാണ് കേട്ടാ. ഇപ്പം തന്നെ വായിൽ കപ്പലോടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞോ. ഇനി നമ്മൾ മൂടി വെക്കേണ്ട. എത്ര മിനിറ്റ് വിളിച്ചാ? 10 മിനിറ്റ്. അങ്ങനെ 10 മിനിറ്റ് ശേഷം കറിക്കലം അങ്ങോട്ട് പൊക്കിയപ്പോൾ കുട്ടുകുട്ടൂന്നും പറഞ്ഞ് തിളച്ചു മറിയണം മാന്തലൂട്ടന്മാരാണ് കേട്ടോ. ഒന്നങ്ങോട്ട് കറക്കി കൊടുത്ത് ആ പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊരു മണവും അതുപോലെ തന്നെ ആ കുടുകുടൂന്ന് പറഞ്ഞ് തിളക്കുമ്പോൾ തന്നെ വായിൽ അങ്ങോട്ട് കപ്പലോടും. അങ്ങനെ എടുത്ത മാന്തൽ കറിയും ചോറും എല്ലാവർക്കും ജനവില്ലേജ് തന്നെ അങ്ങോട്ട് വിളമ്പി കൊടുക്കണ ഒരു കാഴ്ച കേട്ടാ. അത്യാവശ്യത്തിന് എല്ലാവർക്കും 4ഉം 5ഉം മാന്തൽ വെച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അച്ഛനെ ചോറ് എടുത്തിട്ടുണ്ട്. മാന്തലരാണ് പച്ചക്കറി എടുത്തിട്ടുണ്ട്. ചിരിച്ചോണ്ടിനാ മീൻ ചിരിച്ചോണ്ടിനാണാ. പിന്നെ പുള്ളി കുറച്ചാളി ബോട്ടിൽ വന്നിട്ടുണ്ടായില്ല. പുള്ളി വലിയ ബോട്ടിലൊക്കെയാണ് പോരുന്നത്. പിന്നെ വേറെ എവിടെയൊക്കെ പോവുന്ന വീഡിയോ പിടിക്കാറുണ്ട്. അതിപ്പോ കുറെ നാളെത്തി പുള്ളി വന്നാണ്. അപ്പൊ അച്ഛനെ പോലും കൂടി ഇപ്പൊ ഒരു 3-4 മാസമായി കാണും അല്ലേ? 3-4 മാസമായി ഈ ബോട്ടിൽ വന്നിട്ട്. അപ്പൊ ഞാനിപ്പോ പുള്ളിക്ക് ചോറ് എടുത്തിട്ടുണ്ട്, കഴിച്ചല്ല. അപ്പൊ അച്ഛൻ തിന്നണമെന്ന് വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അത് പിടിക്കേണ്ട. അപ്പൊ മാന്തലേറിയാണ്. ഈ മാന്തലേറിക്ക് പ്രത്യേകത ഉണ്ട്. കളറുണ്ടോ? ഇത്തിരി മഞ്ഞ കളറാണ്. അതായത് മുളകൊടി ഇടാണ്ട് ഈ കുരുമുളകിലും മല്ലിപ്പൊടിയിലൊക്കെയാണ് കറി വെച്ചിടാം. ഇത് നല്ല രസമാണ് കഴിക്കാനായിട്ട്. പച്ച മാന്തലായിന്റെ വരില്ലേ നമുക്ക് കിട്ടുമ്പോ തന്നെ പിടിക്കണ മാന്തലായിന്റെ മുള്ളൊടിയൂല. പിന്നെ നോക്കിയും കണ്ട് മുള്ള എങ്ങനെയാലും ഒടിയും. നല്ലോണം പൊടി മീനിന്റെ ഒരു കാര്യമുണ്ട്. മീൻ അധികം വേവരുത്. വെന്ത് കഴിഞ്ഞാൽ അതിന്റെ രസമാകുമ്പോൾ മുള്ളൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ മീൻ നുള്ളുമ്പോഴോ അതിങ്ങനെ വലിക്കുമ്പോഴൊക്കെ മുള്ളൊടിഞ്ഞാൽ മീനിന്റെ രസം പോയി. മീൻ മുടിയാത്ത രീതിയിൽ മീൻ വേവിച്ചെടുത്ത് ഉഷാറായിക്കോളൂ. അപ്പൊ ഞാൻ ഈ ചോറ് കഴിക്കട്ടെ കൂട്ടുകാരെ. കറി എങ്ങനെയുണ്ട്? ബോട്ടിലെ കറി ചോദിക്കേണ്ട കാര്യമില്ല. ശാന്തമായി കിടക്കുന്നത് എന്റെ തേന. ഞാൻ ഇവിടെ കിടക്കണത്. എല്ലാരും അവിടെ ഞങ്ങൾ ചായക്കല്ലേ? ഞാൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാരും കഴിക്കണേ. മാവ് നോക്കിയേ കറി എങ്ങനെ കറി എങ്ങനെ? അങ്ങനെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ 2ാമത്തെ വല കയറുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പം 2ാമത്തെ വലയിൽ അത്യാവശ്യം മാന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു അടിപൊളി കാഴ്ചയാണ്. വീഡിയോ നിങ്ങൾ മിസ്സാക്കാണ്ട് അവസാനം വരെ കണ്ടോ. ഒത്തിരി ഇഷ്ടമാവും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എന്തായാലും കേട്ടോ. അപ്പോൾ നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ജനവില്ലേജൻ്റെ ബോർഡിൻ്റെ മുകളിൽ കയറിയിരിക്കണം. ബോർഡിൻ്റെ മുകളിൻ്റെ അടുത്തൊരു വല കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കുടുങ്ങിയ വല അങ്ങോട്ട് ഉടക്കിയ വല അങ്ങോട്ട് നമ്മൾ കണ്ടിച്ച് അങ്ങോട്ട് വിടേണ്ട. ആ വല നമ്മുടെ വലയിൽ തന്നെ കയറി കിട്ടും. അത് വേറൊരു കാര്യം. അപ്പോൾ അതങ്ങനെ കണ്ടിച്ച് നമ്മൾ ആ റോപ്പും കാര്യങ്ങളും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി റോപ്പ് പിടിച്ച് കയറ്റാൻ വേണ്ടി പോവേണ്ട. റോപ്പ് നമ്മൾ ഈ സൈഡിലോട്ട് നിന്ന് വല വലിക്കണോണ്ട് സൈഡിലൊക്കെ ആക്കി നമ്മളെല്ലാവരും കൂടി ആ റോപ്പ് ഇങ്ങനെ വലിച്ചങ്ങോട്ട് എടുക്കും.
ഇനിതേ നമ്മുടെ വല കയറിയാണ് ചെയിനും കാര്യങ്ങളും ഇട്ടേക്കണം. വലയിൽ ചെയിൻ എന്താണെന്ന് പലരും ചിലപ്പോൾ സംശയമായിട്ട് ചോദിക്കും. അത് ഈ ലോഡിങ് വലയാകുമ്പോൾ അടിയോട് ചേർന്ന് കിടക്കാൻ വേണ്ടിയാണ് ഈ വെയിറ്റ് കിട്ടാൻ വേണ്ടി ചെയിനും കാര്യങ്ങളും കൊടുക്കണം കേട്ടാ. ഇതിലും കൂടുതലായിട്ട് കൃത്യമായിട്ട് അറിയണത് എൻ്റെ അച്ഛനാണ് സംഭവം. രണ്ടാമത്തെ വലയിലൊക്കെ ഇരിക്കണം മാന്തൽ നോക്കിയതേ വല പിടിക്കാനായിട്ട് സ്ഥലമില്ല കേട്ടോ. അതുപോലെ മാന്തൽ കയറി വന്നൊരു കാഴ്ച കണ്ട. വല പിടിക്കണോടത്തൊക്കെ മാന്തലാണ് കേട്ടാ. അങ്ങനെ വല കയറി വരുമ്പോഴും 1ഉം 2ഉം അല്ലട്ടാ 5-8 മാന്തലൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുത്തിക്കിടക്കണം. അപ്പം ഇത് കഴിക്കാൻ വേണ്ടി ഇതേ കടൽക്കാക്കകളും ഉണ്ട് കേട്ടോ. വെള്ളത്തിലോട്ട് ഇറങ്ങുക മുങ്ങ എടുത്തുകൊണ്ട് പോകും. അവന്മാർക്ക് സുഖമുള്ള പരിപാടിയാണ്. അവന്മാർ ബോട്ടിൻ്റെ മുകളിലേക്ക് ആയിരിക്കും. ഈ താഴെ കടലിൽ വരുമ്പോഴാണ് ഇവന്മാരുടെ ശല്യമുള്ളത്. പടിഞ്ഞാറ് അഥവാ ആഴക്കടലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവന്മാരെ പിന്നെ കാണൂല കേട്ടാ. വേറെ ഇതൊന്നുമില്ല. ഇവന്മാർ ഇവിടെ വന്ന് ഇങ്ങനെ മീനൊക്കെ എടുത്ത് റാഞ്ചി പോകും. നമ്മുടെ കരയിലൊക്കെ ആക്കണ പോലെയാണ് കടലിൽ ഇവന്മാരുടെ സ്വഭാവം. ഇത് കഴിഞ്ഞ് വല അങ്ങാടി കയറി വരികയാണ്. അപ്പം നേരത്തെ കണ്ടതിനേക്കാളും കൂടുതൽ മാന്തലാണ്ടത്. ഇത് നോക്കിയേ, ഈ കാഴ്ച നിങ്ങളൊന്ന് നോക്കിയേ. വല പിടിച്ചിട്ട് കിട്ടണം കേട്ടോ. അത്രക്കും മാന്തൽ കയറി വന്ന കാഴ്ച കണ്ട. കുത്തിക്കയറിയേക്കണ്ട ഈ ഒരു കാഴ്ച നിങ്ങളെ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ. മാന്തലാണ് മാന്തല്. ഇനിയിപ്പം അതുപോലെ തന്നെ മാന്തലൂട്ടന്മാരെ കൊടയാൻ വേണ്ടി പോവേണ്ട. നേരെ വലിച്ച് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് പട്ടപടാന്ന് പറഞ്ഞിപ്പോൾ കൊടഞ്ഞ് അങ്ങോട്ട് മാറ്റണ ഒരു കാഴ്ച കേട്ടാ. അങ്ങനെ മാന്തലും കാര്യങ്ങളൊക്കെ കുടഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുക്കണം. ചെളി കൂടുതലായിരിക്കും. അതുകൊണ്ട് ശരിക്കും കടലിലിട്ട് ഇങ്ങനെ ചരക്ക് കഴുകി എടുക്കോട്ടാ. നന്നായിട്ട് മറിച്ച് വെള്ളത്തിൽ കഴുകി എടുക്കണ ഒരു കാഴ്ചയാണ്. അപ്പം ഇതേ സമയം കടൽക്കാക്കകൾ നിറച്ചിങ്ങനെ കൂടി നിൽക്കുകയാണ് ഇതിൽ എന്തെങ്കിലും കിട്ടണ വേണ്ടി കഴിക്കാനായിട്ട്. അങ്ങനെ നേരത്തെ കുടഞ്ഞതെല്ലാം നമ്മൾ നേരെ ഇനി കൊട്ടയിലോട്ട് ഇതേ വാരി കയറ്റേണ്ട. ഇനി ചരക്കെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ വീഞ്ചി തന്നെ റോപ്പ് ഇങ്ങനെ വലിച്ച് പയ്യെ നമ്മുടെ ചരക്ക് ഇങ്ങോട്ട് കയറ്റേണ്ട. നമ്മൾ ബോണ്ട് അകത്തോട്ട് കയറ്റണമെങ്കിൽ ചരക്ക് പൊട്ടിക്കാൻ പോകണം. അപ്പോൾ ആ ഒരു കാഴ്ച കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചരക്കിൽ ഇത്രയും കൂടി മീൻ കൂടുതലുണ്ട് കേട്ടോ. നേരത്തെ കണ്ടേക്കാളും കൂടുതൽ മാന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ അത് കയറ്റി ഇനി പൊട്ടിക്കണ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. കോടതി അങ്ങനെ രണ്ടാമത്തെ വല വലിച്ചു വരുമ്പോൾ കൂടുതലും മാന്തലുണ്ട് കുറച്ചും കൂടി. പിന്നെ ഒരു കുഞ്ഞ് തെരണ്ടി കുഞ്ഞിനെ കിട്ടിയിട്ട് കേട്ടാ. എനിക്കൊന്ന് പ്രസവിച്ച് വീണോളൂ. അത്രയും ചെറിയ കുഞ്ഞ്. അപ്പോൾ അതിന് നേരെ നമ്മൾ അലിബായി വെള്ളത്തിലോട്ട് കളഞ്ഞിട്ടാ. രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ ഞവണിയുടെയൊക്കെ ഉള്ളിൽ കിടന്ന് ഞെരിഞ്ഞിതായി. പിന്നെ നേരത്തെ കളഞ്ഞ വല വീണ്ടും നമ്മൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുടഞ്ഞ് മാന്തലും കാര്യങ്ങളും കുടഞ്ഞ് മാറ്റേണ്ട. പിന്നെ കോടൻ്റെ മേലൊക്കെ നന്നായിട്ട് മാന്തൽ കുത്തിക്കിടക്കണം. അപ്പോൾ അതൊക്കെ കുടഞ്ഞിങ്ങടെ മാറ്റി. പിന്നെ അതായത് ഈ ഒരു ഞണ്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു ഞണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളോട്ട് കാണിച്ചു തന്നാട്ടാ. നല്ല ഭംഗിയുണ്ട്. ഇതിനെ സ്പൈഡർ ക്രാബ് എന്നൊക്കെയാണ് പറയണത് പൊതുവേ. ഇനി ഇതിൻ്റെ പേര് വേറെ എന്തെങ്കിലും പറയുമെങ്കിൽ അറിഞ്ഞൂടാ. കാരണം ഒരു ഏകദേശം ഒരു 8 കാലിനെ പോലെയൊക്കെ തന്നെ ആ ഞണ്ടിരിപ്പുണ്ട്. അങ്ങനെ ഇവിടെ മാന്തൽ കാര്യങ്ങളൊക്കെ. ഇതാണ് വലിയ മാന്തൽ. ഇതിനെ മണമാന്തൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഈ വലിയ മാന്തൽ ഒരു അടിപൊളി കറി നമ്മുടെ വൈകുന്നേരം മണ്ണുണ്ട്. അത് നിങ്ങൾ മിസ്സാക്കാണ്ട് കണ്ടോ. നല്ല കിടിലനൊരു കറി കേട്ടാ. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും കൂടി ഇതേ ഇരുന്ന് തിരിച്ചിൽ തുടങ്ങി. ഇതും ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് തിരിഞ്ഞാണ് ഇതിൽ നിന്ന് മാന്തലും അതുപോലെ ചെമ്മീനും ഒക്കെ ഞണ്ടൊക്കെ മാറ്റിയെടുക്കോളട്ടാ. അപ്പം എല്ലാവരും കൂടി തിരിയാൻ തുടങ്ങിയിട്ടാ.
അപ്പോൾ തിരിയുമ്പോൾ കട ഗ്ലൗസ് ഒക്കെ ഇടണത് വേറെ ഒന്നുമില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ കൈ പൊട്ടാൻ ചാൻസ് ഉള്ളതാണ്. ചെല്ലിയും ശംഖുമുള്ളൊക്കെ ഉള്ളതുകൊണ്ട് കൈ പൊട്ടിയും. അപ്പം അതുകൊണ്ട് ആണ് ഈ ഗ്ലൗസും കാര്യങ്ങളും ഇട്ടേക്കണേ കേട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ സ്പൈഡർ ക്രാബ് കേട്ടോ. ഏകദേശം നമ്മുടെ കരയിലെ 8 കാലിനെ പോലെ തന്നെ രൂപസാദൃശ്യവും കാര്യങ്ങളുള്ള സാധനങ്ങളെല്ലാം കടലിലുണ്ട്. അപ്പം അതാണ് ആ സ്പൈഡർ ക്രാബ്. അപ്പോൾ ഇത് എല്ലാവരും കൂടി തിരിഞ്ഞ് മീൻ കുറച്ചുണ്ട്. ചെറിയ മീനുകളാണ്, വലിയ മീനുകളല്ല. അപ്പോൾ അതൊക്കെ മാറ്റിയിടണം കേട്ടോ. ഓരോ കൊട്ടകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൊട്ടയിൽ മീൻ, ഒരു കൊട്ടയിൽ ചെമ്മീൻ, ഒരു കൊട്ടയിൽ മാന്തൽ, അങ്ങനെ ഓരോന്നും ഇരുന്ന് തിരിഞ്ഞ് മാറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഓരോന്നും വലിച്ചങ്ങാട് സ്റ്റോർ റൂമിലോട്ട് അടുപ്പിക്കണ ഒരു കാഴ്ച കേട്ടാ. മാന്തലായാലും ചെമ്മീനായാലും എല്ലാം നേരെ സ്റ്റോർ റൂമിലോട്ട് വെക്കാണ്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ വലയിൽ കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത്. മാന്തലും ചെമ്മീനും ഒക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കണത് മാന്തലാണ്. 1 2 3 4 5 കൊട്ടോളം നമുക്ക് വലയെന്ന് കിട്ടി. പിന്നെ വലയെന്ന് വെച്ചാൽ നമ്മുടെ കോടൻ്റെ നിന്ന് കിട്ടി. പിന്നെ അതല്ലാണ്ട് നമുക്ക് കുടഞ്ഞും 2 ബോക്സോളം അത് നിറച്ചട്ടാ. ഇതാണ് ഉടുമ്പ് സ്രാവ്. ഇവന്മാർ മറ്റു മീനുകളിൽ നിന്ന് അപേക്ഷിച്ച് എത്ര കരയിൽ കിടന്നാലും കുറേ നേരം നിൽക്കും, പെട്ടെന്നൊന്നും പരിപാടി തീരൂല കേട്ടാ. ഭയങ്കര ഔഷധ ഗുണവും കൂടിയുള്ള സ്രാവാണ് ഉടുമ്പ് സ്രാവ്. പിന്നെ അതേ കടഞ്ഞണ്ട് ഉണ്ട്. ഇതിനെ നമ്മൾ മുക്കണ്ണൻ ഞണ്ട് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതിൻ്റെ 3 വട്ടത്തിലുള്ള കളർ കൊണ്ടാണ് ഈ മുക്കണ്ണൻ ഞണ്ട് എന്നൊക്കെ വിളിക്കുന്നത്. പല നാട്ടിലും പല പേരിലാണ്. ബാക്കി നമ്മൾ തിരിഞ്ഞ ഞൗണിക്കയും വേസ്റ്റും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ കടലിലോട്ട് തന്നെ തട്ടി വിടും. അതാ ഒരു ഹോള് കണ്ട, അതിൽ കൂടി നേരെ ഒറ്റ തട്ട് നേരെ കടലിലോട്ട് കൊടുക്കും. വൈകുന്നേരം സമയവും അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയാണ്. അങ്ങനെ ബോട്ടുകൾ 2-3 ബോട്ടുകളൊക്കെ നമ്മുടെ കടലിലുണ്ട്. ഇപ്പം ഈ ഒരു കടൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ആലപ്പുഴ സൈഡിലായി. മൊത്തം പറയുകയാണെങ്കിൽ കായംകുളം ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ ഈ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. വൈകുന്നേര സമയത്ത് അണിയത്തത് ചേട്ടന്മാരെല്ലാവരും ഒക്കെ ഇരിപ്പുണ്ട്. കുര്യൻ ചേട്ടനും അതുപോലെ തന്നെ എല്ലാവരും അമ്മാവനും ഒക്കെ ഉണ്ട്. അലിബായൊക്കെ കാറ്റൊക്കെ കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ വൈകുന്നേരം ഇടാൻ പോണ ആങ്കർ ഇതാണ്ട കടലിലോട്ട്. ഇന്ന് നമ്മൾ ആങ്കറിൽ കിടക്കും. അപ്പോൾ അത് ഇടാൻ പോണ ആങ്കറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതുപോലെ തന്നെ അതേ കരഭാഗം കൊണ്ട് ഈ കാണുന്നത് നമ്മൾ കുറേ ദൂരെ നിന്ന് കണ്ട കാഴ്ച ഉണ്ട്. ഇത് അച്ഛ ഈ വല എപ്പോ പിടിക്കും അച്ഛേ? ഇത് ലാസ്റ്റ് വലാണോ? ആങ്കറി നടക്കുമല്ലോ നമ്മള്. വൈകുന്നേരത്തെ വല നമ്മൾ ലാസ്റ്റ് വലയിൽ കിടക്കണം. ഇത് ബോട്ട് ആങ്കറി. അപ്പൊ നാളത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ നാളെ കാണിച്ചത്. ഈ വലയിൽ എന്തൊക്കെ മീനാണ് കിട്ടണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വല കയറുമ്പോ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. അച്ഛേ വൈകുന്നേരം കറി എന്താണ്? ഇത് സൗട്ടലി പറഞ്ഞോട്ടാ. ആ കൂടെ എന്താണ്? കറി കാണിക്ക്. വലിയ മാന്തല് കണ്ട, ഇതാണ് വലിയ മാന്തല് കണ്ട. പിടിക്കാ ശരിയതാ. അങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരത്തെ പരിപാടി മണമാന്തൽ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതേ ജനാർദ്ദനം വിളിച്ചത് നന്നായിട്ട് മാന്തൽ വെട്ടി ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ച കേട്ടാ. ഐസൊന്നും ഇടാത്ത മാന്തലൊക്കെ ചെയ്തുകൊണ്ട് തൊലി എന്നൊക്കെ പറഞ്ഞ് വലിക്കുമ്പോൾ എന്നോടാന്ന് ചോദിക്കും. നമ്മൾ വീട്ടിൽ വാങ്ങിയൊരു മാന്തൽ വിളിച്ചാൽ വേഗം അങ്ങോട്ട് പോരും. പക്ഷെ ഇത് ഐസ് ഇടാത്ത മാന്തലൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര ബലമായിരിക്കും. പോരാൻ കുറച്ച് പണി വിടും.
അങ്ങനെ ഓരോ മാന്തലും ഇവിടെ തൊലി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര പണിയാണ് ആ മാന്തല തൊലി ഒലിക്കാൻ. കാരണം തൊലി സാധാരണ ഒരു 2 ദിവസം ഐസിലിട്ടാൽ ഞണ്ടല്ല വെറുതെ എളുപ്പത്തിൽ അങ്ങോട്ട് ഉലിഞ്ഞു പോരും. ഇത് നല്ല പണിയാണ്, നല്ല ബലം വേണോട്ട് ആ ഉലിഞ്ഞ് പോരാനായിട്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെ വലിച്ച് അങ്ങോട്ട് 2 സൈഡും അങ്ങോട്ട് ഉലിഞ്ഞത് കലത്തിലോട്ട് ഇടേണ്ട മാന്തൽ. തൊലിയെല്ലാം ഉലിച്ച് കഴിഞ്ഞ് ഇനി മാന്തൽ ഇത് ഓരോ കഷ്ണങ്ങളാക്കി അരിയണ ഒരു കാഴ്ച കേട്ടാ. ഇനി നന്നായിട്ട് ഈ മാന്തലൂട്ടന്മാരെ കഴുകി എടുക്കണം. അതിൻ്റെ ആ അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ശരിക്കും ഒന്ന് കഴുകണം കേട്ടോ. 1-2 വെള്ളത്തിൽ ഉപ്പുവെള്ളത്തിൽ കഴുകിയിട്ട് അവസാനം നല്ല വെള്ളത്തിൽ നമ്മൾ കഴുകി എടുക്കും കേട്ടോ. മീൻ നന്നായിട്ട് കഴുകിയാൽ പിന്നെ അതിനുള്ള വെള്ളവും കാര്യങ്ങളും ഇതുപോലെ അങ്ങോട്ട് ഊറ്റി അങ്ങോട്ട് കളയും. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ കൂടെ അങ്ങോട്ട് പിടിക്കണം. രാത്രിത്തെ മീൻ കറിയാണ്. കലവും കാര്യങ്ങളും വെച്ച് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഇനി അങ്ങോട്ട് കടുകിട്ട് അങ്ങോട്ട് കൊടുകൂന്നും പറഞ്ഞൊക്കെ അങ്ങോട്ട് ചറവറ അങ്ങോട്ട് പൊട്ടിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള വേപ്പില കാര്യങ്ങൾ ടൂൾസും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് കൊടുക്കും. കുറച്ച് ജനവിസിനെ അവിടെ പിടിച്ചോട്ടെ സേവിട്ട് വെക്കും. അത് അവസാനം ഒന്ന് താളിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നന്നായിട്ട് വയറ്റി എന്നിട്ട് അതിനകത്തോട് ഇനി പൊടിക്കൂട്ടുകളൊക്കെ ചേർക്കണം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കണം. ആദ്യം മല്ലിപ്പൊടി ഇട്ട്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ കാഴ്ചയിൽ നമ്മൾ കുരുമുളക് പൊടി കുറച്ച് കയറ്റിട്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ അതല്ല. നമ്മൾ മുളക് പൊടിയൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇടോട്ടാ. പൊടിക്കൂട്ടുകളിൽ മല്ലിപ്പൊടി ഇട്ട് ഇനി മുളക് പൊടി ചേർക്കുകയാണ്. ഇതിലിത്തിരി കൂടുതൽ കയറ്റം ചേർക്കും. നമ്മുടെ വലിയ മാന്തല എടുത്തേക്കണം, ചെറിയ മാന്തലല്ല കേട്ടോ. അതേ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇനി മിക്സാക്കി അങ്ങോട്ട് എടുത്താൽ മതി. ആ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് ആ മുളക് പൊടിയിലൊന്ന് മുങ്ങി കിടക്കാൻ വേണ്ടി ശരിക്കും അങ്ങാട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. അങ്ങാടും ഇങ്ങാടൊക്കെ നല്ല രീതിയിലാണ് ഇളക്കി റെഡിയാക്കി എടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് മഞ്ഞപ്പൊടി കുറച്ചൊന്ന് കാണിക്കണുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഇനി പുളിവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ കുടംപുളി അല്ല കേട്ടോ. ചില വീഡിയോയിലൊക്കെ നിങ്ങൾ ബോട്ടിൽ കരക്കുമ്പോൾ കുടംപുളി എടുക്കുമ്പോൾ ഓരോ ബോട്ടിലും ഓരോ രീതിയാണ്. അപ്പോൾ ഈ ബോട്ടിൽ കൂടുതൽ എടുക്കുന്നത് നമ്മൾ ഈ വാളംപുളിയാണ് കേട്ടോ. അപ്പോൾ അത് നേരെ എടുത്ത് അതിൽ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി. പിന്നെ നേരത്തെ ജനവരിച്ചിന് എടുത്തു വെച്ചാൽ പച്ചമുളകും മല്ലിയിലയും സവാളയും അവസാനം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാറൊന്നും അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചാറിനകത്തോട്ട് മണമാന്തലൂട്ടന്മാരെ അങ്ങോട്ട് പെരക്കി അങ്ങോട്ട് ഇടണം. എന്നിട്ട് ആ കറി അങ്ങോട്ട് വെന്ത് വരുമ്പോൾ ബ്രെഡും കൂട്ടി അങ്ങോട്ട് ഗോതമ്പിൻ്റെ ബ്രെഡാണ് കേട്ടോ കൂട്ടി അങ്ങോട്ട് പിടിക്കണം. ആഹാ വായിലിങ്ങനെ കപ്പലോടോട്ടെ. നേരെ ഇനി അങ്ങോട്ട് ഓരോ കഷ്ണം അങ്ങോട്ട് മുക്കി അങ്ങോട്ട് ആ ചാറിലോട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. നല്ല വലിയ മണമാന്തലാണ് നേരെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കണേ കേട്ടാ. ഈ ഒരു ചാറിൽ മുങ്ങിക്കിടക്കണം മാന്തലൂട്ടന്മാരെ കാണുമ്പോൾ തന്നെ കൊതിയോ എന്നെ കൂട്ടുകാരുണ്ടെങ്കിൽ വായിൽ വെള്ളം എന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞോട്ടാ. അപ്പോൾ ഏകദേശം നമ്മുടെ ചാറിലോട്ട് മാന്തലൂട്ടന്മാരെല്ലാം ഇങ്ങനെ മുങ്ങി കിടപ്പുണ്ട്. അത് ജനുവരി തന്നെ ഓരോ സൈഡിലും ഗ്യാപ്പ് നോക്കിയൊക്കെ ഇട്ടങ്ങോട്ട് കൊടുത്ത് പിന്നെ അവസാനം ആ ചാറെല്ലാം മീനിൻ്റെ മേത്താവാൻ വേണ്ടി ഒന്ന് കയ്യിൽ കൊണ്ടൊന്ന് മുക്കി കൊടുക്കാൻ കേട്ടാ. എന്നിട്ട് വേണം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാൻ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് കൂട്ടുകൂട്ടൂന്ന് പറഞ്ഞ് തിളച്ചിക്കോട്ടാ. എത്ര മിനിറ്റ് വേണം ഞാൻ വിളിച്ചാൽ മീൻ കറി റെഡിയായി? 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാട്ടാ. അങ്ങനെ പറഞ്ഞതുപോലെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാന്തല ഒരു കുട്ടുകുട്ടൂന്നും പറഞ്ഞിങ്ങനെ തിളച്ചൊരു മണം അങ്ങോട്ട് മൂക്കിലോട്ട് വന്നിട്ടാ. അങ്ങനെ കറി റെഡിയായ സമയമാണ്. ആ ഒരു സമയത്ത് നമ്മുടെ വലയിലെ ലാസ്റ്റ് വലയിലെ കാഴ്ച കാണണ്ടേ. വൈകുന്നേരം വല പിടിച്ച് കയറ്റണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. പകരം വലയിൽ കുത്തി കിടക്കണ മാന്തലാണ്ടി കാണുന്ന ചെറുമാന്തൽ തന്നെയാണ്. നമ്മളപ്പോൾ ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ മാന്തൽ പണിക്കാണ് വന്നേക്കണേ കേട്ടാ. അങ്ങനെ ആ കിട്ടിയ മാന്തലൊക്കെ വേഗം തന്നെ പതിപോലെ തന്നെ അങ്ങോട്ട് കുടഞ്ഞുടഞ്ഞെടുക്കാൻ പോണ ഒരു കാഴ്ച കേട്ടാ.
അങ്ങനെ ഈ വല പൊട്ടിച്ചിട്ട് അതിൽ കുറെ ശംഖും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു കുഞ്ഞ് സ്രാവുകുട്ടീനെ കിട്ടിയിട്ടാ. അപ്പൊ ഈ നമുക്ക് ഈ പണി എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ഞൗണി മാന്തലൊക്കെയാണ് കാര്യങ്ങളൊക്കെ വന്നത്. ഇനി നമുക്കിത് സ്റ്റോർ റൂം പോയി കണ്ടാലോ. അപ്പാ സ്റ്റോർ റൂം കാട്ടിത്തരാട്ടാ. ഇവിടെ ഐസും കാര്യങ്ങളൊക്കെ പൊട്ടിക്കണട്ടാ. അവിടെ ഒരു മട്ടിന്റെ അടുത്ത് വെച്ചാടാ, ഒരു മട്ടിരിപ്പുണ്ട്. കിട്ടണ മീനൊക്കെ മാന്തല് 2 കളിയായിട്ട് ഐസ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ആഹാ കിടില മട്ടി. എവിടെ പൊക്കി പിടിച്ചേ കാണിച്ചേ. ചത്താ പെണ്ണാണ്. വാട്ടറാണോ? മട്ടാണ്ടാ, വാട്ടറല്ല. വേണ്ട മട്ടാണ്. അത് ഇവിടെ ഐസിലെടുത്ത് അത്യാവശ്യം വലിയ കാലൊക്കെ കണ്ട വലുപ്പം. 2 കടിക്കാൻ പോണേ. തുമ്പത്ത് കൊടുക്കാൻ പോണേട്ടാ. നോക്കിന്നോ ഇപ്പൊ കടിക്കുന്നുണ്ട്. ഇത്രയും വലിപ്പമുള്ള ഞണ്ടിനെ ഉമ്മ കൊടുക്കാൻ വേണ്ടി പോവേണ്ട. കൊടുക്കാൻ പോള് വാങ്ങണ്ട. ചേട്ടൻ അടിച്ചില്ല. ചേട്ടന്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് കേട്ടാ. മട്ടിക്രാബ് ഇതിനെ അലിബായിക്കാൻ കൊടുക്കാം. ബൈ ഐസി തന്നെ വെച്ചോ. ഐസി തന്നെ വെച്ചിട്ടുണ്ട്. സ്റ്റോർ റൂമിലാണെങ്കിൽ 2 കല്ലിലായിട്ട് നമ്മുടെ രാജേശ്വരനാണ് മാന്തലും കാര്യങ്ങളൊക്കെ ഇടുന്നത്. തടിക്കൂടുന്ന പലകുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മാന്തല് കാര്യങ്ങളൊക്കെ ലെവൽ ചെയ്ത് കൊടുക്കേണ്ടി ചേട്ടൻ. ഇനി അലിബായി ഐസ് പൊട്ടിച്ചു കൊടുക്കുമ്പോ ആ ഐസ് നേരെ മാന്തലിന്റെ മേത്തോട്ട് രാജേശ്വരൻ തന്നെ ഇടണേട്ടാ. അപ്പൊ നന്നായിട്ട് തൂങ്ങി കാര്യം അത്യാവശ്യം മാന്തല് ഐസിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിട്ട് ഇടോട്ടാ. കാരണം നമുക്കിത് നല്ല പച്ച മാന്തലായിട്ട് കൊണ്ടേ കൊടുക്കാനുള്ള. പിന്നെ ഐസിൽ നമ്മൾ വേറെ പൊടിയോ അല്ലെങ്കിൽ മാന്തലിന്റെ അകത്ത് വേറെ കെമിക്കലോ കാര്യങ്ങളോ ചേർക്കാറില്ല. ബോട്ടുകാർ പൊതുവെ ചേർക്കാറില്ല കേട്ടാ. അങ്ങനെ ഐസൊക്കെ ഇട്ടതേ നന്നായിട്ട് മീൻ മൂടി സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട്. നമ്മൾ 4-5 ദിവസം കടലിൽ കിടക്കാനുള്ളതാണ്. ഐസ് കോരട്ടാ. ഇവിടെ പല്ലിക്കോര, കുട്ടൻ, അങ്ങനെയുള്ള മിച്ചർ മീനുകൾ ഇട്ടിട്ടുണ്ട്. വേളൂരി, ചെമ്മീൻ കുറവാണ്ടാ. ആ ഒരു ബോക്സ് മാത്രം കഴിഞ്ഞ ചെമ്മീൻ മാത്രം കിട്ടുന്നുണ്ട്. പൂവാനൊന്നുമില്ല. പൂവാന ആകെ കിട്ടിയേക്കണ ഇത്രേ ഉള്ളൂ. മാന്തലിനാണ് മെയിനായിട്ട് പണി. മെയിനകത്തോണ്ട് പോവാൻ അല്ലേ. കരിക്കാടുണ്ട്, അപ്പുറം കരിക്കാടുണ്ട്. കുറച്ചുള്ളൂ. മെയിനായിട്ട് നമ്മുടെ മാന്തലോടിയാണല്ലേ. മാന്തലോടിയാണ് നമുക്ക് കിട്ടിയേക്കണ കേട്ടോ. മാന്തൽ ഐസ് അടിച്ച് നിറയ്ക്കണ്. ഇതാണ് നമ്മുടെ ബോട്ടിന്റെ സ്റ്റോറും കാര്യങ്ങളും കേട്ടാ. കുറച്ചുകൂടി മാന്തല് ചെറുത്. നമുക്ക് നേരെ മുകളിലോട്ട് കയറാം. വലിയ മാന്തലും മണമാന്തലും ബ്രെഡും കൂടി കറിയൊക്കെ റെഡിയാക്കി അത് കഴിക്കാട്ടപ്പാ. മുകളിലോട്ട് വന്ന സമയം ബോട്ട് ആങ്കർ ചെയ്യണ്ടാ. ആങ്കർ ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളും ആങ്കർ അടുപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ തള്ളങ്ങാട് വെച്ച് നേരെ അങ്ങോട്ട് കൊടുക്കും. നമ്മുടെ ആങ്കർ നേരെ വെള്ളത്തിലുണ്ട്. നമ്മളിനി ഇന്ന് ഇവിടെ കടലിൽ കിടക്കോട്ടെ. നേരം വെളുത്തിന് വലയും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അങ്ങനെ ആങ്കർ ഇട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ആങ്കർ റോപ്പും കാര്യങ്ങളൊക്കെ. എല്ലാ ബോട്ടുകൾക്കും അനിയത്തു നിന്നാണ് ആങ്കർ റോപ്പും കാര്യങ്ങളൊക്കെ പോകണേട്ടോ. ഇവിടെ ഒരു കള്ളി ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഇടണേട്ടാ. അത് രാത്രി വളരെ ശാന്തമായി കിടക്കുകയാണ്. എല്ലാ ബോട്ടും ആങ്കറിൽ അവിടെ കരഭാഗമൊക്കെ ഇട്ട് കാണാം. ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ മീൻ കറി പ്ലേറ്റിൽ ഇടുന്നുണ്ട് ജനൽ വെച്ച്. പിന്നെ ബ്രെഡ് ആവിയായിട്ട് വെച്ചേക്കാണ് ചെമ്പില്. അപ്പൊ ആദ്യത്തെ ദിവസം വൈകുന്നേരം നമ്മുടെ കണ്ട വലിയ മാന്തലാണ്. മണമാന്തല് അതിങ്ങനെ കഷ്ണം ഇങ്ങനെ കിള്ളിയാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് കിട്ടിക്കുന്ന മാന്തലാണ്. ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരു ചാറിലിങ്ങനെ മുക്കണം. ബ്രെഡും അതണ്ട ചാറിലിങ്ങനെ മുക്കിയിട്ട് ഒരു കഷ്ണം ഇങ്ങനെ കിള്ളി അങ്ങനെ എടുത്തിട്ട് ഗോതമ്പിന്റെ ബ്രെഡാണ്. ഗോതമ്പ് ബ്രെഡ് നല്ലതാണോ? സൂപ്പറാണ്. ജനുവരി മീൻ കറി ചാറിൽ ഇങ്ങനെ മുക്കണം. നല്ല എരിവൊക്കെ ഉണ്ടല്ലേ. ഒരു കഷ്ണം എനിക്ക് വായിൽ വെള്ളം വേണ്ടോ. കേട്ടോ നിങ്ങൾക്ക് ഒരു രസത്തിലുള്ള അപ്പൊ നമ്മളെ മറ്റുള്ള കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് മാറി ഇരിപ്പുണ്ടൊക്കെ കുളിയും കഴിഞ്ഞ് ആരൊക്കെ കുളിച്ചെന്നാവോ. എല്ലാരും കുളിച്ചിട്ടുണ്ട് തീർക്കടേ. അപ്പൊ കാലത്തോട്ട് വൈകുന്നേരം എല്ലാ കാഴ്ചകളും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ആങ്കറി കിടക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുക
ലൈക്ക് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മേലൊക്കെ ഇടുന്ന ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് അടുത്ത മാസം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.